ഇസ്ലാം വിമർശകർക്ക് മറുപടി കൊടുത്തു. അത് സമസ്തയുടെ നയമല്ല. ആരുടെയും സ്വകാര്യങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ഞങ്ങളുടെ രീതിയല്ല. അടുത്ത മറുപടി, ഇത് പറയുന്നത് ചില്ലറക്കാരല്ല, ഞങ്ങൾക്ക് വിഷമമുണ്ട്. ജീവിതത്തിൽ പറയാൻ ഒരിക്കലും അവസരം ഉണ്ടാകരുത് എന്നാഗ്രഹിച്ചൊരു കാര്യമാണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ രണ്ടാമത്തെ കാരണം. ഉസ്താദ് ചെയ്യാത്ത ഒരു തെറ്റ് ചെയ്തു എന്ന് ഇവിടെയുള്ള ഇസ്ലാമിന്റെ വിമർശകർ പ്രചരിപ്പിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സമസ്തയുടെ ഉന്നത സ്ഥാനീയരായ നേതാക്കളോട് പത്രക്കാർ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടതാണ്. അത് സമസ്തയുടെ നയമല്ല. ഉസ്താദ് ചെയ്തത് ഇസ്ലാം വിമർശകർക്ക് മറുപടി കൊടുത്തു. അത് സമസ്തയുടെ നയമല്ല. ആരുടെയും സ്വകാര്യങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ഞങ്ങളുടെ രീതിയല്ല. അടുത്ത മറുപടി, ഇത് പറയുന്നത് ചില്ലറക്കാരല്ല, ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്താണ്? ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒന്നുകിൽ ഒരു മറുപടി പറയും. ഞാൻ ആ പ്രസംഗം വിശദമായിട്ട് കേട്ടിട്ടില്ല, അതുകൊണ്ട് കേട്ടിട്ട് മറുപടി പറയാം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാ കാര്യം ഇപ്പം എല്ലാവരും അറിഞ്ഞുകൊണ്ടൊന്നുമില്ലല്ലോ. അത് ചെയ്തില്ല. രണ്ടാമത് പറയേണ്ടത് എന്താ? ആ യാഥാർത്ഥ്യം പഠിച്ചിട്ട് പറയേണ്ടിയിരുന്നു. അപ്പൊ എന്താ മറുപടി പറയേണ്ടത്? അപ്പൊ പറയും, ഇതാ അത് ആ നിങ്ങൾ പറയുന്ന പോലെ ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങളെ ബേജാറാവുന്നത്? അദ്ദേഹം പ്രവാചക വിമർശകർക്ക് ഒരു മറുപടി എടുത്തല്ലേ. അദ്ദേഹം ആരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു പോയിട്ടില്ലല്ലോ. അദ്ദേഹം ജനറൽ ആയിട്ടല്ലേ പറഞ്ഞത്. ഇപ്പൊ ആകെ MLA MP മാരുള്ളൂ. ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്. പൊതുസമൂഹത്തിൽ പ്രവാചക വിമർശനം നടത്തുന്ന പല ആളുകൾ, ഉദാഹരണം പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ, ഇന്ത്യയിൽ മാത്രം ഏകദേശം 65 ലക്ഷം ഉദ്യോഗസ്ഥന്മാരുണ്ട്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാര് ഏകദേശം 5000 ആണ്. IPS ഉദ്യോഗസ്ഥന്മാർ 6000.